വളരെ ഇഷ്ടമായിരുന്നു. കാബയിൽ കുറേ നേരം ചിലവഴിച്ചു. അറിയാതെ ഉറങ്ങിപ്പോയി, തറയിൽ ഉറങ്ങി. അപ്പോൾ പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കയ്യിലെടുത്ത് കഅബയുടെ പുറത്ത് വന്നു. കഅബയുടെ പുറത്ത് മനോഹരമായ വെളുത്ത മൃഗമുണ്ടായിരുന്നു. അത് കഴുതയെക്കാട്ടിയും വലുതായിരുന്നു, എന്നാൽ കുതിരയെക്കാട്ടിയും ചെറുതായിരുന്നു. അതിന്റെ ഇരുവശത്തും നല്ല ഭംഗിയുള്ള ചിറകുകളുണ്ടായിരുന്നു. ഈ ജീവിയാണ് ബുറാഖ് എന്ന് വിളിച്ചിരുന്നത്. ബുറാഖിന്റെ പുറത്ത് കയറിയിരുന്നതും അത് ആകാശത്തേക്ക് കുതിച്ചു പാഞ്ഞു. കുറേ ദൂരം യാത്ര ചെയ്തു ജെറുസലേമിലെത്തി. അവിടെ തകർന്നു തരിപ്പിടമായ ആരാധനാലയം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിന്റെ പുറത്ത് നിന്നും ഇറങ്ങി അങ്ങോട്ട് നടന്നു. അവിടെ മറ്റു പ്രവാചകന്മാരെയും കാണാനിടയായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറകിലായിരുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചു, അവരുടെ ആത്മാക്കൾ ഭൂമിയിൽ ഇറങ്ങിയിരിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് ബുറാഖിന്റെ പുറത്ത് കയറാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിന്റെ പുറത്ത് കയറിയതും അത് ആകാശത്തേക്ക് കുതിച്ചു പാഞ്ഞു. സ്വർഗ്ഗത്തിന്റെ 7 നിലകളും കടന്നു ചെന്നു. അവിടെയും മറ്റു പ്രവാചകന്മാരെ കാണാനിടയായി. സ്വർഗ്ഗത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ മരത്തിന്റെ രൂപമുള്ള മഴവിൽ വർണ്ണങ്ങൾ കണ്ടു. ഇതിനെയാണ് സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുന്നതല്ല. അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ സാമീപ്യം അറിയാൻ തുടങ്ങി. ആകാശത്ത് നിന്നും ഒരു വെളുത്ത പ്രകാശം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കണ്ടുമുട്ടി സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സമ്മാനമായി 50 റക്അത്ത് നമസ്കാരം കൊടുത്തു. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. മൂസ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 50 റക്അത്ത് നമസ്കാരം കൊടുത്തത് സന്തോഷമായി പറഞ്ഞു. മൂസ അല്ലാഹുവിനോട് കുറച്ചു തരാൻ പറയാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറഞ്ഞത് കുറച്ചു തരാൻ. അല്ലാഹു കുറച്ചു കൊടുത്തു. ഇങ്ങനെ കുറേ തവണ കുറച്ചു കൊടുത്തു. അവസാനം 5 ഒക്താക്കി കൊടുത്തു. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ വീണ്ടും മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. മൂസ അലൈഹിസ്സലാം വീണ്ടും കുറച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഇനി എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിനോട് പറയുക? മൂസ അലൈഹിസ്സലാം സമ്മതിച്ചു. മൂസ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറഞ്ഞ് തിരിച്ചു കഅബയിലേക്ക് തന്നെ സുരക്ഷിതമായി പോയി. എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും ക്ലിക്ക് ചെയ്യുക. See you, bye.